ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മിക്സി എടുക്കുക. ദെൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച റാഗിയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് ഉണക്കും ചെയ്തു കേട്ടോ, കാരണം ഒന്ന് ഇത്തിരി ഡ്രൈ ആയി കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഉണക്കി കഴുകി വൃത്തിയാക്കണം. ജസ്റ്റ് അത് ഇതിലേക്ക് ഇടുക. ദെൻ ഇവിടെ ഉണ്ണിയേട്ടനുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണമല്ല 2 റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. 2 എണ്ണം എടുക്കുന്നുണ്ട്, ഒരെണ്ണമല്ല കേട്ടോ, കാരണം ചിലപ്പോൾ ഒരെണ്ണം മതിയായി എന്ന് വരില്ല. അപ്പോൾ 2 എണ്ണം എടുക്കുന്നുണ്ട്. 2 ഇതിലേക്ക് മുറിച്ചിടേണ്ടതാണ്. അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കിയിടണം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ദെൻ ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്, നമ്മൾ ഒറൊഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒറൊഴിച്ച് വെച്ച തൈരാണ്. സോ അതിലേക്ക് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ അളവ് വെച്ച് നമുക്ക് നോക്കാം. ഞാൻ ഇതിലേക്ക് നിങ്ങളുടെ മുടിക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ഞാൻ ഇതിലൊരു 1.25 ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അലുവ കഷ്ണം പോലെ നല്ല കട്ടിയായിട്ട് നല്ല സൂപ്പർ മാസ്ക് ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ മുടിയുടെ തിക്ക് വർദ്ധിക്കാനും അതിനൊപ്പം തന്നെ പൊട്ടിപ്പോകുന്ന മുടികളൊക്കെ തന്നെ നമുക്ക് റീഗ്രോത്ത് ചെയ്യാനും നമ്മുടെ മുടി ഭയങ്കര സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയി നിൽക്കാനും ഒരു ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഒരു എന്താ പറയുക കെരാറ്റിൻ തന്നെയാണ് ഈ സംഭവം. തിന്നാൻ തെറ്റില്ല. എങ്ങനെയുണ്ട് ഹെയർ? സൂപ്പർ, അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ, ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആണ്.